അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക്. ബൈലബക്ക് രാജാവ് സത്യവിശ്വാസം സ്വീകരിച്ചില്ലെന്ന് നമ്മൾ ഇല്യാസ് നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ജനങ്ങൾ ഭൂരിഭാഗവും സത്യവിശ്വാസികളായി മാറി. അവർ വിപ്ലവം സംഘടിപ്പിച്ച് രാജാവിനെ കൊല്ലുകയായിരുന്നു. അങ്ങനെ ബൈലബക്ക് കൊല്ലപ്പെട്ടു. പിന്നെ നാട്ടിൽ രാജാവില്ലാതെ ഇസ്രായേൽക്കാർ അരാജകത്വത്തിലായി. അക്രമവും കൊള്ളയും നടമാടി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നില വന്നു. ഈ ഘട്ടത്തിൽ അള്ളാഹു അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് അൽ-യസ നബി അലൈഹിസ്സലാം. ഇല്യാസ് നബിയുടെ പിതൃവ്യ പുത്രനാണ് അദ്ദേഹം. ഇസ്രായേൽക്കാരെ അദ്ദേഹം നേർവഴിക്ക് നയിച്ചു. അവർക്കൊരു രാജാവിനെ തിരഞ്ഞെടുത്തു കൊടുത്തു. ആഭ്യന്തര കുഴപ്പങ്ങളും അരാജകത്വവും അവസാനിച്ചു. ധാരാളം ദിവ്യ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇസ്രായേൽക്കാരെ പുനഃസംഘടിപ്പിച്ചു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിർമ്മാർജ്ജനം ചെയ്ത അദ്ദേഹം അവസാനം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് വഫാത്തായി. ഇസ്രായേൽക്കാരെ അമാലിക്ക വർഗക്കാരനായ ജാലൂത്ത് രാജാവ് ആക്രമിക്കുകയും അവരെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഇസ്രായേൽക്കാർ ചിന്നിച്ചിതറി ഒരു നേതാവില്ലാതെ പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു. പിന്നെ അള്ളാഹു അവർക്ക് താലൂത്ത് എന്നു പേരുള്ള ഒരു രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു. ആ രാജാവ് ചിന്നിച്ചിതറിയ ഇസ്രായേൽക്കാരെ പുനഃസംഘടിപ്പിച്ചു. ജാലൂത്ത് രാജാവുമായി ഒരു ഉഗ്രയുദ്ധം നടത്തി. ഈ യുദ്ധത്തിൽ താലൂത്ത് രാജാവ് പ്രഖ്യാപിച്ചു, ജാലൂത്തിനെ കൊല്ലുന്നവർക്ക് ഞാൻ എൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. ഉടനെ ഒരു ഇസ്രായേലി പടയാളിയായ ദാവൂദ് രംഗത്ത് വന്നു. ജാലൂത്ത് രാജാവിനെ ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അയാൾ വെല്ലുവിളി സ്വീകരിച്ചു. ദാവൂദും ജാലൂത്തും തമ്മിൽ അത്യുഗ്രമായ ദ്വന്ദ്വ യുദ്ധം നടന്നു. അവസാനം ദാവൂദ് ജാലൂത്തിനെ വധിച്ചു. ഇസ്രായേൽക്കാർ ശ്രീലാളിതരായി മാറി. നഷ്ടമായ പ്രതാപവും സമ്പത്തും വീണ്ടെടുത്തു. വാഗ്ദത്തമനുസരിച്ച് ദാവൂദിന് താലൂത്ത് രാജാവ് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. അധികം വൈകാതെ അദ്ദേഹത്തിന് പ്രവാചകത്വവും സിദ്ധിച്ചു. ഇദ്ദേഹമാണ് ചരിത്രപ്രസിദ്ധനായ ദാവൂദ് നബി അലൈഹിസ്സലാം. പിന്നീട് താലൂത്ത് രാജാവ് മരിച്ചു. അപ്പോൾ ഭരണവും ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കൈകളിൽ വന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് സബൂർ. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇസ്രായേൽക്കാരുടെ ശക്തി വർദ്ധിക്കുകയും ശത്രുക്കൾ കൈയടക്കി വച്ചിരുന്ന നാടുകളെയെല്ലാം പിടിച്ചടക്കുകയും ചെയ്തു. സർവായുധ വിഭൂഷിതരായ ഒരു കൂറ്റൻ സൈന്യത്തെ ദാവൂദ് നബി അലൈഹിസ്സലാം സംഘടിപ്പിക്കുകയുണ്ടായി. ഇസ്രായേൽക്കാരുടെ ജുമുഅ ദിവസം, അതായത് ശബത്ത് നാളിൽ മത്സ്യം പിടിക്കാൻ പോകരുതെന്ന നിയമമുണ്ടായിരുന്നു. ഈ നിയമം ചിലർക്ക് പ്രയാസകരമായി തോന്നി. കടലിൽ പോയി മത്സ്യം പിടിക്കാൻ പാടില്ല എന്ന നിയമം മറികടക്കാൻ അവർ ഒരു സൂത്രം കണ്ടെത്തി. കടലിൽ നിന്ന് കുറേ തോടുകൾ കീറിയുണ്ടാക്കി അതിൽ നിന്ന് ശബത്ത് നാളിൽ മത്സ്യം പിടിച്ചു. ദാവൂദ് നബി അലൈഹിസ്സലാം ഇതറിഞ്ഞ് അവരെ വിലക്കി. പക്ഷേ അവർ കൂട്ടാക്കിയില്ല. കടലിൽ നിന്ന് ഞങ്ങൾ മത്സ്യം പിടിക്കുന്നില്ലല്ലോ
തോട്ടിൽ നിന്നല്ലേ പിടിക്കുന്നത് എന്നായിരുന്നു അവരുടെ ന്യായം. ദാവൂദ് നബി അലൈഹി ഇസ്ലാം താക്കീത് ചെയ്തു, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പഴുതുണ്ടാക്കിയാൽ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതൊന്നും വിലവെക്കാതെ അവർ വീണ്ടും ശബത്ത് നാളിൽ മത്സ്യവേട്ട നടത്തി. ഇബ്ലീസ് അവരെ ആകർഷിക്കാൻ വേണ്ടി ആ തോടുകളിലേക്ക് ധാരാളം മത്സ്യങ്ങളെ എത്തിച്ചു. അങ്ങനെ അവർ ചതിയിൽ കുടുങ്ങി. ദാവൂദ് അലൈഹി ഇസ്ലാം ആവർത്തിച്ച് താക്കീത് നൽകിക്കൊണ്ടിരുന്നു. അവർ ചെവി കൊണ്ടില്ല. അവസാനം അള്ളാഹു അവരെ കുരങ്ങന്മാരാക്കി മറിച്ചു. ഏതാനും നാളുകൾക്കകം ആ കുരങ്ങന്മാരെല്ലാം ചത്തുപോവുകയും ചെയ്തു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇരുമ്പിനെ സ്വാധീനമാക്കി കൊടുത്തിരുന്നു. അതായത് മാവ് കുഴക്കുന്നത് പോലെ ഇരുമ്പ് കട്ടകൾ കുഴച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. പടയങ്കി നിർമ്മാണം തൻ്റെ ഹോബിയായിരുന്നു. അപ്രകാരം തന്നെ മധുരമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. താൻ തൗറാത്ത് വായിക്കാൻ തുടങ്ങിയാൽ മൃഗങ്ങൾ പോലും അത് കേട്ട് നിശബ്ദനായി നിൽക്കുക പതിവാണ്. അത്ര മധുര ശബ്ദമാണ്. ഇങ്ങനെ പല കഴിവുകളും സമ്മേളിച്ച ആ മഹാത്മാവിൻ്റെ കാലഘട്ടം ഇസ്രായേൽക്കാരുടെ സുവർണ ദശയായിരുന്നു.